Good morning and Happy New Year. Good morning, ma'am. Happy New Year. Happy New Year. Good morning, madam. Happy New Year. Good morning, ma'am. Happy New Year. Happy New Year. Ma'am, prayer. Endo? Prayer. Prayer. Oh, yes, please. Oh my God, I give it to you all that I think or say or do. All my work and all my happy study. I will give it to you today. Amen. ഐശ്വര്യ പറഞ്ഞു. തോട്ട് ഫോർ ദ ഡേ പറയാൻ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ വരുമോ എന്ന് വിചാരിച്ചു. മൈക്കൊക്കെ ഓൺ ചെയ്തപ്പോ. ഓക്കെ ഓക്കെ. ആരാ ഇനി അടുത്തത്? എന്താ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ ഇതുവരെ ഫുൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇതുവരെ സ്റ്റാർട്ടിങ്ങിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഹസ്ബൻഡിന്റെ പാപ്പ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് അതിന്റെ ഇതിലൊക്കെ ഇതായിരുന്നു. അതിനൊക്കെ ഇതായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് ഫുള്ള് ആദ്യം തൊട്ട് അറ്റൻഡ് ചെയ്യാനിരിക്കുന്നേ. എന്നിട്ട് ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? ഇല്ല, ആള് മരിച്ചു. ഇപ്പൊ അതിന്റെ ഇതൊക്കെ ചടങ്ങൊക്കെ ഇപ്പൊ കഴിഞ്ഞല്ല ഇതായുള്ളൂ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അത് കാരണം ഒരു ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ടൈം കയറുന്നേ. ഓക്കെ, നോ പ്രോബ്ലം. സോ കൂടെയുള്ളവരെല്ലാരും ഐശ്വര്യ സപ്പോർട്ട് ചെയ്യും. ഇതുവരെയും ക്ലാസ്സിൽ എന്തൊക്കെ നടന്നു എന്നൊക്കെ അവർ പറയും. ഞാനും അധികം ക്ലാസ്സിലൊന്നും വന്നിട്ടില്ല തോന്നുന്നല്ലേ ഞാൻ നിങ്ങൾക്ക്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവധിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എനിവേ, വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഐശ്വര്യ എല്ലാരും കേട്ടല്ലോ. അപ്പൊ ഐശ്വര്യക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ യെസ്, ഇറ്റ്സ് യു പീപ്പിൾ. നിങ്ങളാണ് ചെയ്യേണ്ടത്, ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനും ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഫൈൻ. ഇനി എന്താ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. സൈൻ ഇൻ വേണ്ട, തോട്ട് ഫോർ ദ ഡേ ഒന്നും വേണ്ടേ? മിസ്സേ വെൽക്കം സ്പീക്ക്. വെൽക്കം ചെയ്യണ്ടേ? യെസ്, പറയൂ. ആരാ സൈൻ ഇൻ ചെയ്യുന്നേ, മീൻസ് വെൽക്കം ചെയ്യുന്നത്? ഞാൻ മൈക്കൊക്കെ മ്യൂട്ട് ചെയ്ത് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുവായിരുന്നു. സേതുലക്ഷ്മി ആണോ അതോ ഷീനയാണോ? ഷീനയാണോ? Good morning to all. Warm welcome to our Jish teacher who is going to take today's class, and also welcome to all the students who gathered here. I think today's class will be very useful to us. Once again, welcome to all of you. Thank you. ഓക്കെ, ഡെഫിനറ്റ്ലി ഇന്നത്തെ ക്ലാസ് എനിക്കും യൂസ്ഫുൾ തന്നെയായിരിക്കും. കാരണം എവറി ഡേ ഞാൻ നിങ്ങൾ എന്നെ ഒരാളെ കാണുന്നു, പക്ഷെ ഞാൻ നിങ്ങളെല്ലാരെയും കാണുന്നു. അപ്പൊ നിങ്ങളിൽ നിന്നൊക്കെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? സോ എനിക്കാണ് ശരിക്കും പ്രയോറിറ്റി. എനിക്ക് കുറെ പേരുണ്ടല്ലോ പഠിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. വെറുതെ പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും കൂടെ ചേരുമ്പോൾ ഞാൻ സെപ്പറേറ്റ് അല്ല, നിങ്ങളും സെപ്പറേറ്റ് അല്ല. നമ്മളെല്ലാവരും ഒക്കെ യൂണിറ്റ് തന്നെയാണ്. നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി സിംഗിൾ ആന്ന് പറയുന്ന പോലെ തന്നെ വി ഓൾ ആർ ഓൾ. ഓൾ, WHOLE, ഓൾ, അതാണ് ഉദ്ദേശിച്ചിട്ടോ. നമ്മളെല്ലാരും ഒറ്റ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ന്യൂ ഇയർ ഒക്കെ ആയി. കഴിഞ്ഞ വർഷത്തെ കുറെ മെമ്മറീസ് മനസ്സിലുണ്ടാകും. കഴിഞ്ഞ ഒരു വർഷം കടന്നു പോയെങ്കിലും മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകൂല്ലേ? അതിന്റെ ഒരു റിഫ്ലക്ഷനോട് കൂടിയായിരിക്കും നമ്മളിപ്പോ ജീവിക്കുന്നത്. കുറെ നേട്ടങ്ങൾ ഉണ്ടായി കാണും, കുറെ നഷ്ടങ്ങൾ ഉണ്ടായി കാണും. അപ്പൊ എല്ലാവർക്കും കൊടുത്തൊരു മെസ്സേജ് നിങ്ങൾക്കും ഞാൻ പാസ് ചെയ്യാണ്. എന്റെ സുഹൃത്തുക്കൾക്കും അങ്ങനെ ക്ലാസ്സുകളിലും കൊടുത്തൊരു മെസ്സേജ് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആണ് തരാൻ തോന്നിയത്. നമ്മളുടെ എല്ലാവരുടെയും ഒരു അവകാശം കൂടിയാണ് ആ ഒരു മെസ്സേജ്. നമ്മൾ പറയും, നന്മ നിറഞ്ഞ സ്നേഹവും സന്തോഷവും നന്മയും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് കൊടുക്കാറുണ്ടല്ലേ? അതിനേക്കാൾ ഉപരി നിങ്ങളെല്ലാവരും നിങ്ങളെ സ്നേഹിക്കപ്പെടുന്നവരാൽ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും. എല്ലാവരുടെയും ഒരു റൈറ്റ്സ് ആണ് ടു ബി ലൗഡ് എന്ന് പറയുന്നത്. സ്നേഹിക്കപ്പെടുക എന്നുള്ളത് അല്ലെ? സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുക എന്നുള്ളതും. അത് കുട്ടിയാണെങ്കിലും ശരി, പ്രായമായവരാണെങ്കിലും ശരി,
കൗമാരക്കാരാണെങ്കിലും ശരി, യുവത്തുകളാണെങ്കിലും ശരി, എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ശരി, 20s ആയവരും 30+ ആയവരും 40+ ആയവരും 50+ ആയവരും whatever it be, ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ഈവൻ ഒരു ചെറിയൊരു ജീവിയാണെങ്കിലും, പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും അതുങ്ങളെ നമ്മളൊന്ന് കൊഞ്ചിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ ടു ബി ലൗഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു റൈറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരാൽ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതാണ് എന്റെ ഈ വർഷത്തെ ഒരു പുതുവത്സര ആശംസ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ. ആരും ഇഷ്ടപ്പെടാതിരിക്കുവോ, നമ്മൾ ആരും സ്നേഹിക്കണ്ട എന്ന് നമ്മൾ പറയും. ദേഷ്യമൊക്കെ വരുമ്പോഴേക്കും പറയും ആരും വേണ്ട എന്നൊക്കെ. പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളില് ആഗ്രഹം തന്നെയാണ്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് ഷെയർ ചെയ്യാം. ഐശ്വര്യയുടെ ആ ഒരു സ്റ്റാറ്റസ് ഇപ്പൊ പറഞ്ഞു. ഐശ്വര്യ എന്തിലൂടെയൊക്കെ കടന്നുപോയി, ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എനിത്തിങ് പ്ലീസ് ഷെയർ. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. പ്ലീസ്. ഗുഡ് മോർണിംഗ് മാം. യെസ് മാമിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കയറിയിരുന്നില്ല, എനിക്ക് പനിയായിട്ടായിരുന്നേ. ഓക്കെ, ഇനി മാറിയോ? ഇനിയൊക്കെ മാറിയോ? ഓക്കെ, മാറി. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ സംഭവിച്ചത് എനിക്ക് വലിയ ഓർമ്മയില്ല. ആരെങ്കിലും ഒന്ന് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? എക്സാമിനെ പറ്റിയും പാഠഭാഗം എങ്ങനെ പഠിക്കണം, എങ്ങനെ റിവൈസ് ചെയ്യണം, എക്സാം ഒക്കെ ഏതൊക്കെ പാറ്റേൺ ആണ് വരുന്നത് എന്നൊക്കെ മിസ് പറഞ്ഞു തന്നെ. അച്ചു ചിക്കു, ഞാൻ പേര് ചോദിച്ചതായിരുന്നു പക്ഷെ മറന്നു. നിങ്ങളുടെ പേര് പറഞ്ഞേ? ഐശ്വര്യ. ഓക്കെ. അപ്പൊ അങ്ങനെ എക്സാമിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെയാണ് കാഹിറ പറഞ്ഞത്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയും. ഇന്നിപ്പോ പറയണമെന്നുണ്ടോ? ഇല്ല മാം, ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി. ഓക്കെ, താങ്ക് യു. അല്ലാതെ നമ്മളുടെ പോർഷൻ എവിടെ വരെയായെന്ന് ആരെങ്കിലും ഒന്ന് പറയൂ. ഞാൻ യൂണിറ്റ് 1. നിങ്ങൾ പുതിയ ബാച്ച് ആണല്ലോ അല്ലെ? ഫ്രഷ് ബാച്ച് 20. യൂണിറ്റ് 1 അല്ലേ ഞാൻ എടുക്കേണ്ടത്? എത്ര ക്ലാസ് നമ്മൾ എടുത്തു? ഒരു ക്ലാസ്സല്ലേ കഴിഞ്ഞുള്ളൂ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇത്രേ ആയിട്ടുള്ളൂ. നമ്മള് സ്റ്റാൻഡ് പേപ്പറിലെ കുട്ടികൾ എങ്ങനെ എഴുതിക്കണത് അതൊക്കെ പഠിച്ച് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ. അപ്പൊ നമുക്കറിയാം നമ്മൾക്ക് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, വിർച്വൽ പ്ലാറ്റ്ഫോം അല്ലേ? ഞാൻ എന്റെ വീടിന്റെ ഒരു കോർണറിൽ ഇരിക്കുന്നു, നിങ്ങളും അതുപോലെ വീട്ടിലും. ചിലര് ബസ്സിലൊക്കെ ഇരുന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണവരുണ്ട്, ഹോട്ടലിൽ പോകുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണവരുണ്ട്, അങ്ങനെയൊക്കെ ഒരു ഷെയർ ചെയ്യാറുണ്ട്. ചിലര് ഓഫീസിലിരുന്ന് ജോലിക്ക് അതിന്റെ ഇടയിൽ കൂടി ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അത് 3rd ബാച്ചിൽ ഒരു കുട്ടി ഷെയർ ചെയ്തതാണ്. ആള് നേഴ്സാണ്, ഭയങ്കര വലിയൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. അപ്പോ ഈ ആൾക്ക് ICUലെ ഡ്യൂട്ടി ആയിരുന്നു. ക്ലാസ്സിൽ കയറാനുള്ള ആഗ്രഹം കാരണം അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ ക്ലാസ് കാണായിരുന്നു. പക്ഷെ അവരുടെ സൂപ്പർവൈസറോ അങ്ങനെ മുകളിലുള്ള പൊസിഷൻ ആരോ കണ്ടപ്പോ വിചാരിച്ചത് മൊബൈലിൽ കളിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് ICUയിൽ നിന്നും ഡ്യൂട്ടി വേറെ എങ്ങോട്ടോ മാറ്റി കൊടുത്തു. അങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടിയ കഥയൊക്കെ എന്നോട് ഒരു പ്രാവശ്യം ഷെയർ ചെയ്തു. അപ്പൊ അതാണ്, നമ്മൾ അങ്ങനെ കുറെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചുപേര് കുക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടിയെ നോക്കണ്ടാവും, കുട്ടിയെ കയ്യിലെടുത്ത് വെച്ചിട്ടുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ഇടയിലൂടെ ചിലപ്പോൾ ക്ലാസ് കാണുന്നുണ്ടാവും അല്ലെ? നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. മീൻസ് ഞാനല്ല, നിങ്ങൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സ്ലോട്ട് തന്നിരിക്കുന്നു, അതിൽ ഓടി വന്ന് ഞാൻ ക്ലാസ് എടുക്കും. ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ കമ്മിറ്റഡ് ആയിരിക്കണം. ഞാൻ എന്താണോ നിങ്ങൾക്ക് തരുന്നത് അതിൽ ഞാൻ ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ കംപ്ലീറ്റ് കളിക്കണം. അപ്പൊ ഞാൻ എന്റെ പണിയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് ഒരു ടൈമിലേക്ക് ഓടി വരുന്നു. ഇപ്പൊ 10:30 തുടങ്ങി 11:30 വരെ വേറൊരു ക്ലാസ്സിലായിരുന്നു കേട്ടോ. 17 ആണ് ലേറ്റ് ആയി ഓടി വന്നത്. അപ്പൊ അങ്ങനെ നമ്മളത് ഞാൻ എങ്ങനെ ഷെഡ്യൂൾ ചെയ്തു, നിങ്ങൾ ഇതുപോലെ വീട്ടില് ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുക. നമ്മൾ ക്ലാസ്സിലാന്നുള്ളത് ചിലപ്പോ ഓർക്കുണ്ടാവില്ല വീട്ടിലെ മറ്റു ഫാമിലി മെമ്പേഴ്സ്, അവിടെ കിടന്ന് നമ്മളെ വിളിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് അതും നമ്മൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ കണ്ടതാണ് കേട്ടോ. സ്ത്രീകളെ പുരുഷന്മാരെ കമ്പയർ ചെയ്ത് പറഞ്ഞതാ. അതൊരു ഭയങ്കരമായ, പറഞ്ഞതൊരു പുരുഷനാണ് കേട്ടോ അതിനെപ്പറ്റി സംസാരിച്ചത്. അപ്പൊ അയാൾ പറയാണ്, ഞാനിപ്പോ ഒരു
അയാള് ഈ ടോക്ക് ഷോ ഒക്കെ നടത്തുന്ന ആളെ, പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ഒരു ക്ലാസ്, അങ്ങനെ ഒരു സബ്സിനെ ഫേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് ആ ക്ലാസ്സിന്റെ ഇടയ്ക്ക് എന്നെ കൊണ്ടത് സാധിക്കില്ല. ഞാൻ ഈ ക്ലാസ് നിർത്തിയിട്ട് ഞാൻ പോയി ലാപ്ടോപ്പിൽ അത് നോക്കാനായിട്ട് വേണം. പക്ഷെ എന്റെ ഭാര്യ അവര് ലാപ്ടോപ്പില് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, എന്റെ ഡ്രസ്സ് അയൺ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നു. മൾട്ടി ടാസ്കിംഗ് ആണ് ചെയ്യുന്നത്. യെസ്, ഇറ്റ്സ് ഗുഡ്. മൾട്ടി ടാസ്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് ഗുഡ് തന്നെയാണ്. പക്ഷേ അതൊരു ട്രാപ്പും കൂടിയാണ്. നമ്മളാരും സൂപ്പർ വുമൺ ഒന്നും അല്ല, അല്ലെ? നമുക്ക് പെയിൻ ഉണ്ട്, നമുക്കും ശരീരത്തിൽ പല വേദനകൾ വരും, ബുദ്ധിമുട്ട് വരും, പ്രയാസം വരും, ക്ഷീണം വരും, ദേഷ്യം വരും, സങ്കടം വരും, സന്തോഷം വരും, എല്ലാ എമോഷൻസും വരുന്ന ഒരു മനുഷ്യജീവി തന്നെയാണ് നമ്മൾ. അപ്പം മക്കള് അമ്മ സൂപ്പർ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു അതൊരു ട്രാപ്പാണ്. ലൈഫ് പാർട്ട്ണർ നീ സൂപ്പർ ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ ട്രാപ്പാ. കാരണം പിന്നെ നമ്മൾ സൂപ്പർ ആവാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ പറഞ്ഞ മൾട്ടി ടാസ്കിങ് ഒക്കെ ഒരുമിച്ച് എടുക്കേണ്ടതായിട്ട് വരും. ഇത് കാരണം നമുക്ക് ഈ പറഞ്ഞ പെയിൻ ഉണ്ട്, എല്ലാം നമുക്കുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ അയാൾ ഇങ്ങനെ കമ്പയർ ചെയ്യായിരുന്നു. ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് സുഖിക്കും. കാരണം അപ്പൊ അയാൾ പറഞ്ഞതാണ്, സ്ത്രീകൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ഇമോഷണലി സ്ട്രോങ് ആണ് സ്ത്രീകൾ. അതേസമയം പുരുഷൻ ഇമോഷണലി വീക്കാണ്. ഫിസിക്കലി അവർ സ്ട്രോങ് ആയിരിക്കും പുരുഷന്മാര്, പക്ഷെ അവര് ഇമോഷണലി വീക്കാണ്. പെട്ടെന്ന് അവർക്ക് സങ്കടങ്ങൾ വരും. ഞാൻ എന്താ ചോദിക്കട്ടെ, സങ്കടം വരുമ്പോ കരയാത്ത ആരെങ്കിലും ഉണ്ടോ? സപ്രസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആ ഒരു വിഷമം ഉള്ളിൽ അങ്ങോട്ട് പിടിച്ചു വെച്ച് വീർപ്പ് മുട്ടി നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ആണ്? No, ma'am. നമുക്ക് കരഞ്ഞ എന്തൊരു ആശ്വാസല്ലേ അത്. പുരുഷന്മാരങ്ങനെ കരഞ്ഞാൽ അത് അവർക്കും ആശ്വാസല്ലേ? പക്ഷെ അവർക്ക് അങ്ങനെ കരയാനുള്ള സ്പേസ് കൊടുക്കാറുണ്ടോ? നീ ഒരാണല്ലേ, എന്തിനാ ഈ പെണ്ണുങ്ങളെ പോലെ കരയുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എപ്പോഴെങ്കിലൊക്കെ, അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് എന്റെ വീടിനടുത്ത്, തൊട്ടപ്പുറത്ത് നമ്മളൊരു നാട്ടിൻപുറമാണ്, അപ്പൊ അടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ. അപ്പൊ അവിടെ UKG പഠിക്കുന്ന ഒരു മോനുണ്ട്. ഈ മോന്റെ അടുത്ത് അവന്റെ ക്ലാസ്സിലെ UKG പഠിക്കുന്ന വേറൊരു അവന്റെ ഫ്രണ്ട് കളിക്കാൻ വരും. അപ്പൊ എനിക്കിങ്ങനെ അവര് കളിക്കുന്നതൊക്കെ കേൾക്കാം. അപ്പൊ കുട്ടികൾ പൊതുവേ ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇവർ ഈ കളിച്ചോണ്ടിരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കളിക്കുന്നതിന്റെ ഇടയിലെ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ചെറിയ ഒരു കശപിശ ഉണ്ടായി. അപ്പൊ ഈ നമ്മുടെ ഫ്രണ്ട് വന്ന കുട്ടി അവൻ കരഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ പറയാ, അയ്യേ നീ ഒരു ആൺകുട്ടിയല്ലേ, ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഇനി നീ കരയുവാണെങ്കിൽ നിന്നെ ഞാൻ കണ്ണെഴുതി പൊട്ട് തൊട്ട് പൗഡറൊക്കെ ഇട്ട് പൊട്ട് തൊട്ട് നിന്റെ മുടിയൊക്കെ കെട്ടിവെച്ച് അവന്റെ പേര് ഞാൻ പറയുന്നില്ല, പേരിനോട് ഇകാരം ചേർത്തിട്ട് അങ്ങനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ മറ്റേ ആ വീട്ടിലെ മോനും ഇവനെ കളിയാക്കുക. അമ്മ ഇങ്ങനെ പറഞ്ഞ കേട്ടപ്പോഴേക്കും അവനത് ഭയങ്കര രസമായി, ഇവനെ കളിയാക്കും. അപ്പൊ ഞാൻ ഓർത്തു, അതൊരു ശരിയാണോ? സങ്കടം വന്നാൽ അവരും കരയട്ടെ. അവർക്ക് അങ്ങനെ കരയാൻ ഒരു സ്പേസ് കിട്ടിയില്ലെങ്കിൽ എന്താ ശരിക്കും സംഭവിക്കുക? അവര് വേറെ പല മാർഗങ്ങൾ തേടിപ്പോകും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല കേട്ടോ പറയണത്, ഏതൊരു പ്രായത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസ്, ഈ ഒരു വിഷമം ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ഒന്ന് കരഞ്ഞു തീർക്കാൻ ഒരാളില്ലെങ്കിൽ, ഒരു ചുമരില്ലെങ്കിൽ അവരത് അന്വേഷിച്ച് വേറെ വഴിക്ക് പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തും അവരുടെ ഈ ഒരു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വെന്റിലേറ്റ് ചെയ്ത് കളയാൻ, ഇല്ലാതാക്കാനായിട്ട് അവർ വേറെ മാർഗങ്ങൾ കണ്ടെത്തും. ഈ കണ്ടെത്തുന്ന മാർഗങ്ങള് റോങ് ആയി കഴിയുമ്പോഴാണ് പലരും പല പ്രശ്നങ്ങളിലും ചെന്ന് പെടുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സങ്കടം വരുമ്പോൾ അവർ കരയട്ടെ, അതിനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുക. കരയാതിരിക്കുക, മിണ്ടാതിരിക്കുക, നാണക്കേടാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു, നമുക്കറിയാം നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് ഒന്നുമല്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അല്ലെ? നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആരെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളിങ്ങനെ സപ്രസ് ചെയ്തിരിക്കുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് നമ്മളുടെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് വന്ന് നമ്മളെ ഒന്ന് തൊടുമ്പോഴേക്കും പൊട്ടിക്കരയണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? കാരണം അവർക്ക് ആ ഒരു സ്പേസ് ഉണ്ട് ആ ഒരു വ്യക്തിയുമായിട്ട്. അവരങ്ങ് കരഞ്ഞങ്ങ് തീർക്കുക. അപ്പൊ കരയട്ടെ എന്ന് തന്നെ നമ്മൾ പറയും. ചെറിയ ഇങ്ങനെ മരവിച്ചിങ്ങനെ ഇരിക്കും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ.
അപ്പൊ ചിലര് വന്നൊന്ന് തൊടുവോ ഒന്ന് ഹഗ് ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ കയ്യിലൊന്ന് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് പിടിക്കുമ്പോഴേക്കും അതെല്ലാം ഇമോഷൻസ് എല്ലാം പുറത്തേക്ക് ഇങ്ങനെ വരും. കുഞ്ഞുങ്ങൾ കരയുമ്പോ ചില പാരന്റ്സ് പറഞ്ഞു കേൾക്കുന്നത് മിണ്ടി പോരുത്, മിണ്ടാതിരിക്കാൻ. അപ്പൊ ഏങ്ങലടിച്ച് വരുന്നത് കുട്ടി അങ്ങനെ വിഴുങ്ങി പേടിച്ചിട്ട് അല്ലെ, അങ്ങനെ ചില പാരന്റ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പേടിച്ചിട്ട് ഇങ്ങനെ മിഴുങ്ങി ഇങ്ങനെ നിൽക്കും. എന്തൊരു വിഷമായിരിക്കും ആ കുഞ്ഞിനല്ലേ. കുഞ്ഞു മാത്രല്ല, എല്ലാ മനുഷ്യരിലും അതുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു സ്പേസ് കിട്ടുക എന്നുള്ളതാണ്. നമ്മളെ കേൾക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരാളെങ്കിലും ഒരിടമെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കണം കേട്ടോ. ആരെങ്കിലൊക്കെ കിട്ടുക എന്നുള്ളത് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിറ്റ് 1 നമുക്ക് കിടക്കാം. ഓക്കെ ആണല്ലേ? യൂണിറ്റ് 1 ആണ് ഞാൻ എടുക്കേണ്ടത്. ബാക്കി ടീച്ചേഴ്സ് ഒക്കെ ഓരോരോ ചാപ്റ്റർ ആയിട്ട് എടുത്ത് തുടങ്ങി കാണും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ബിഫോർ ദാറ്റ് നമ്മൾ എന്താണ് ഹെൽത്ത്, ഫസ്റ്റ് യൂണിറ്റില് മോഡേൺ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. നമ്മളുടെ PDF നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ബട്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. എപ്പോഴും വൈഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക. ആ ഒരു ചെറിയ പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു PDF-നകത്ത് ഒതുങ്ങിക്കൂടരുത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് വിമർശനമാണുള്ളതെങ്കിൽ അതും പറയണം. അങ്ങനെയല്ല, എങ്ങനെയാണ് നല്ലത്, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ പോകും. കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ പുതിയൊരു ബാച്ചിലൊരു കുട്ടി ചോദിക്കാം, മിസ് ക്ലാസ് എടുക്കുന്നില്ലേ എന്ന്. ദാറ്റ് മീൻസ് ആ ഒരു PDF-ലെ കണ്ടന്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ സോറി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എന്റെ ഒരു രീതി അതാണെന്ന്. അപ്പൊ നമ്മളെപ്പോഴും ഓൾവേസ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇതിൽ ഒതുങ്ങേണ്ടതല്ല. അതിനെ നമ്മൾ വൈഡ് ആക്കണം. വൈഡ് ആകുമ്പോഴാണ് അത് കംപ്ലീറ്റഡ് ആകുന്നതെന്നാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നത്. എഡ്യൂക്കേഷൻ ഒരു സിലബസ് ഓറിയന്റഡോ ഒരു സബ്ജക്ട് ഓറിയന്റഡോ അല്ല. അത് നമ്മൾ വൈഡ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അത് മാത്രമല്ല, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൺസ് സെൽഫാണ്. നമ്മളെ തിരിച്ചറിയുന്നതാണ് ശരിയായ വിദ്യാഭ്യാസം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത്രയും വർഷം പഠിച്ചു, 10th കഴിഞ്ഞവരുണ്ടാകും, +2 കഴിഞ്ഞവരുണ്ടാകും, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാകും, PG കഴിഞ്ഞവരുണ്ടാവും, ചിലർ BEd കഴിഞ്ഞവരുണ്ടാവും. നമ്മുടെ പല ബാച്ചിലുണ്ട് കേട്ടോ BEd MD ഒക്കെ കഴിഞ്ഞവര്. അങ്ങനെയൊക്കെ PG ഒക്കെ കഴിഞ്ഞ പല ആളുകളുണ്ടാവും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ എന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്? അവനവനെ തിരിച്ചറിയുക എന്നുള്ളത്. അവനവനെ തിരിച്ചറിയുക എന്നുള്ളത് എന്തോ ഐശ്വര്യ തോന്നിയിട്ടുണ്ട് മാം. എനിക്ക് മനസ്സിലായില്ല. തോന്നിയിട്ടുണ്ട്. യെസ്, തോന്നിയിട്ടുണ്ട് അല്ലെ? നമ്മുടെ ചില കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴല്ലേ. എനിക്കിത് പറ്റുമല്ലോ അല്ലെ? അല്ലെ, എന്തെങ്കിലും റെക്കോർഡ് ബുക്ക് എന്തെങ്കിലും വരയ്ക്കാനോ എന്തെങ്കിലും എഴുതാനുണ്ടായിരിക്കും. വരയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് പെൻസിലും സ്കെയിലും അതും ഇതും ഒക്കെ എടുത്തിട്ട് വരയ്ക്കാൻ, എനിക്കിത് പറ്റും, കൊള്ളാലോ ഞാൻ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒന്ന് തട്ടണം. യെസ്, ഐ ആം ഗുഡ്. ആ ഒരു തിരിച്ചറിവ് വരുന്നത് എഡ്യൂക്കേഷനിൽ തന്നെയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മുടെ കഴിവുകള്, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത് നമ്മളെ ആ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറൊക്കെ ആയിരിക്കും പെട്ടെന്ന് പിടിയിട്ട്. ആ ടീച്ചർ പാരന്റ്സിനേക്കാൾ കൂടുതൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലെ? ഇപ്പൊ വരയ്ക്കാൻ കഴിവുണ്ടോ എന്നുള്ളത് ആ ഒരു ടീച്ചർ പാരന്റ്സിന് പറയും, മോന് വരയ്ക്കാനുള്ള കഴിവുണ്ട്, അവനെ പഠിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ പാടാനുള്ള കഴിവുണ്ട്, മോനോ മോൾക്കോ ആർക്കായി പാടാനുള്ള കഴിവുണ്ട്, പാട്ട് പഠിപ്പിക്കാൻ ചേർക്കണം കേട്ടോ എന്നൊക്കെ പറയും. പിന്നെ ചിലപ്പോ ചില സബ്ജക്റ്റുകളിൽ കുട്ടികളുടെ സ്കില്ല് അപാരമായിട്ട്, അപ്പൊ ചില കുട്ടികളെ ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെയുള്ളവരൊക്കെ ടീച്ചേഴ്സ് ഇതാക്കാറുണ്ട് അല്ലെ? പിന്നെ ഡാൻസ് അങ്ങനെ. അപ്പൊ നമ്മുടെ ഈ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയുന്നത് ഡെഫിനറ്റ്ലി നമ്മളുടെ ടീച്ചർമാരായിട്ട്, അതും ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാരായിട്ട്. വലിയ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ചില പ്രോഗ്രാമിന്റെ ഒക്കെ ലീഡർഷിപ്പ് നമുക്ക് തരും അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രെയർ ചെയ്യാൻ തുടങ്ങി, കോട്ട് കണ്ടുപിടിച്ച് അതൊരു തോട്ടായിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങി,
ഓൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മുടെ പല ബാച്ചുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഫീഡ്ബാക്ക്. അവർ പറഞ്ഞത് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടിയോ എന്നുള്ളത് അവർക്ക് പ്രൈമറി അല്ല, സെക്കൻഡറി ആണ്. എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ധൈര്യമായിട്ട് ഇന്റർവ്യൂവിന് പോകാൻ പറ്റും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കാരണം ഇതുവരെയും എനിക്ക് പേടിയായിരുന്നു ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഇന്റർവ്യൂവിന് പോകാൻ കോൺഫിഡന്റ്. അത് കിട്ടിയോ എന്നുള്ളത് അവരെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യമായിരുന്നു. ബി.എഡിന് പഠിച്ചൊരു ബി.എഡ് കഴിഞ്ഞ ഒരു കുട്ടി നമ്മുടെ ഇതില് മാത്സ് ആയിരുന്നു കേട്ടോ. ബി.എഡും എം.എഡും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു ബാച്ചിലുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പൊ ഇവര് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് പറയുന്നത് ഞാൻ ബി.എഡ് കഴിഞ്ഞതാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെയാണല്ലോ, ആരെന്ത് പഠിച്ചു എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. ലാസ്റ്റ് ഇവരായിട്ട് തന്നെ ഇങ്ങനെ കൊണ്ട് പറഞ്ഞത്. അപ്പൊ ഈ കുട്ടി പറയായിരുന്നു, ബി.എഡ് കഴിഞ്ഞു, എനിക്കൊരു ഇന്റർവ്യൂവിന് പോയി സ്കൂളിൽ ജോലി ചെയ്യാൻ വളരെ പേടിയായിരുന്നു. അത് കാരണം ഒന്നിനും ട്രൈ ചെയ്തില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ടായി. മോനെ ചെറുപ്പത്തിൽ നോക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറയാ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു, എനിക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു, നീ പഠിച്ചത് ബി.എഡ് അല്ലേ, നീ കുട്ടികളെ ഡീൽ ചെയ്യാൻ പോയിട്ടില്ലേ, ക്ലാസ് എടുക്കാനും ഒക്കെ പോയിട്ടുള്ളതല്ലേ, വലിയ ക്ലാസ്സിലെ കുട്ടികളെയാണ് എന്നാലും അങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ, നിങ്ങൾ കുട്ടികളുടെ സൈക്കോളജി പഠിക്കുന്നുണ്ട് ഇതില്, പിന്നെ എന്താ കുഞ്ഞിനെ നോക്കാൻ നിനക്ക് പറ്റാത്തത് എന്ന് ഹസ്ബൻഡിന്റെ ആ ഒരു അറിവ് വെച്ചിട്ട് ചോദിച്ചു. അപ്പൊ ആൾക്ക് അതിനൊരു മറുപടി ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ KG ചേർത്തു, മോനെ KG ചേർത്തു. KG ചേർത്തപ്പോ അതിന് ഈ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് എഴുതാനും 2 ലൈനും 4 ലൈനൊക്കെ വാങ്ങിച്ചു വെച്ച് അക്ഷരങ്ങൾ എഴുതിപ്പിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അന്നൊക്കെ തോറ്റു എന്നാ പറയണേ. മോനെ ചെയ്യിക്കാൻ നോക്കിയിട്ട് ഇതിന് പറ്റുന്നേയില്ല. അവസാനം സുല്ലിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് 2 ലൈനും 4 ലൈനും വീട്ടിൽ വന്നിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു, റൈംസ് ചൊല്ലുന്നു നല്ല ഭംഗിയായിട്ട്. അപ്പൊ ഇതിന് ഭയങ്കര അതിശയം തോന്നി. ദൈവമേ, എങ്ങനെയാ ഈ ടീച്ചർ ഇത്രയും പിള്ളേരെ ഒരുമിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു വിടണേ, ഒരു കുഞ്ഞിനെ ഇങ്ങനെ എഴുതിക്കാൻ നോക്കിയിട്ട് സ്വന്തം കുഞ്ഞിനെ പറ്റിയില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ കോഴ്സിനെ പറ്റി അറിയണത്. കോഴ്സിൽ ജോയിൻ ചെയ്തു. കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഹസ്ബൻഡും അത് പറഞ്ഞു, പണ്ടത്തെ നീയല്ല ഇപ്പൊ ഉള്ളത്, കുട്ടിയെ മാനേജ് ചെയ്യാനും പറ്റി. അത് കഴിഞ്ഞപ്പോൾ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയതേ ആള് ഒരു ഇടത്ത് ഇന്റർവ്യൂവിന് പോയി ഒരു സ്കൂളിൽ ജോലി കിട്ടുകയും ചെയ്തു. അപ്പൊ പറയാം, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. നമ്മളെ സംബന്ധിച്ച് നമ്മള് ഭയങ്കര ചലഞ്ചസ് ആണ് ഈ ഒരു ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ, അല്ലെ? ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യുക ഫസ്റ്റ് ടാസ്ക്. ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ജയദേവ് സാറിനോട് ഫസ്റ്റ് പറഞ്ഞത്, സാർ എനിക്ക് പറ്റുന്നു തോന്നുന്നില്ല, കാരണം മോണ്ടിസോറി എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് ചെയ്താൽ ഒട്ടും ശരിയാവില്ല, അത് ഓഫ്ലൈനിൽ തന്നെ ചെയ്യണം. സാറ് പറഞ്ഞു, ടീച്ചർ നോക്കൂ എന്ന് പറഞ്ഞു. സാർ വളരെ കൂളായിട്ട് എന്ന് പറഞ്ഞു. ഞാൻ നോക്കാം, അത് ജീവിതത്തിൽ എപ്പോഴും എല്ലാം സ്മൂത്ത് അല്ലല്ലോ, നമ്മള് ഇച്ചിരി ടഫ് ടൈമിലൂടെയും കടന്നു പോണത്. അങ്ങനെ എങ്ങനെ ഗ്രൗണ്ട് ലെവലിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സിന്റെ അതേ ക്വാളിറ്റി എങ്കിലും അതിനേക്കാൾ കൂടുതൽ ആയിട്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയും സന്തോഷം എന്ന രീതിയിൽ നമ്മൾ അത് ശ്രമിച്ചത്. അപ്പൊ നിങ്ങൾ വന്ന ഓരോരുത്തരും ഓരോ ബാച്ചിൽ വന്ന കുട്ടികളുടെ ആ ഒരു പൊട്ടൻഷ്യൽ ആട്ടോ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്തത്. അല്ലാണ്ട് നമുക്കിവിടെ വലിയൊരു ടീമുണ്ട്, ഡെഫിനറ്റ്ലി അവരുടെ എഫേർട്ട് ഉണ്ട്. ഇപ്പൊ ടെക്നിക്കൽ സൈഡിൽ നിന്നുണ്ട്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന PROs, അങ്ങനെ എല്ലാ സൈഡിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ആ ഒരു പൾസും കൂടിയായിരുന്നു, വൈബ് എന്ന് പറയില്ല ഇപ്പൊ, ആ ഒരു വൈബും കൂടിയായിരുന്നു ഈ കോഴ്സിന് ഇത്രയും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. കുറേ പേർക്ക് അവരുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷം ഫീൽ ചെയ്യുന്നു. സോ ഐ തിങ്ക് ഇതൊരു ലൈഫ് ജേർണിയാണ്, ഒരു ജീവിതയാത്ര, ഒരു കോഴ്സോ ഒരു സബ്ജക്റ്റോ അല്ല, ഒരു ലൈഫ് ജേർണിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് തുഴയുന്ന ഒരു ലൈഫ് ജേർണി. സോ ഇത് കണ്ടിന്യൂ ചെയ്യും. 1 ഇയർ കഴിയുമ്പോൾ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും പോകും, പക്ഷെ എന്നാലും ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ആ ഒരു രീതിയിൽ തന്നെ. ഓക്കെ, സോ ബാക്ക് ടു അവർ ലെസൺ. യൂണിറ്റ് 1, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. സോ ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് ഓരോരുത്തരായിട്ടൊന്ന് പറയാൻ പറ്റുന്നവര് മൈക്ക് ഓൺ ചെയ്ത് പറയാൻ താല്പര്യമുള്ളവരൊന്ന് പറയൂ. അപ്പോഴേക്കും ഞാനിതൊന്ന് ഷെയർ ചെയ്യും. എന്താ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് മനസ്സിലാക്കുക? ഒറ്റൊരു സെന്റൻസ് പറഞ്ഞാൽ മതി. പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക,
നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈജീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഹെൽത്ത് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ വേറെ ആർക്കെങ്കിലും? മാം നല്ല ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ശരീരം, സുഖേടൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാം. ഓക്കെ, മാം മാം നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ധൈര്യം ആണ് പ്രധാനപ്പെട്ട ഹെൽത്ത്. നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവുക. അതെ, എനിക്കിത് വർക്കൗട്ട് ചെയ്യാം, വ്യായാമം, വർക്കൗട്ട് ചെയ്യുക, എക്സസൈസസ്, നമ്മുടെ വ്യായാമം. ഓക്കെ മാം, നമ്മൾ അസുഖങ്ങൾ ഇല്ലാതിരിക്കുക എന്നതിലപ്പുറം നമ്മൾ ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുന്ന വിചാരിക്കുന്നില്ല. ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. നമ്മുടെ ഒരു സോഷ്യൽ വെൽബീയിങ് ഉണ്ടല്ലോ, അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഒരു ഹെൽത്ത് വൈസ് ഓക്കെയാണ്. നമ്മുടെ മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കണം, ഇമോഷണലി നമ്മൾ ഒരു ക്ലാരിറ്റി മൈൻഡ് ഉണ്ടാവണം, നമ്മുടെ ഒരു സോഷ്യൽ കണക്ഷൻസ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അങ്ങനെ എല്ലാം ഓക്കെ ആവുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് വൈസ് ഓക്കെ ആവുന്നത് എന്ന് പറയാം. അനു അബാക്കസ് ടീച്ചറാണോ? യെസ് മാം. അത് പ്രൊഫൈല് കണ്ടോണ്ട് ചോദിച്ചാണ്. ഓക്കെ, നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്നുള്ളത്, അല്ലെ? അനു പറഞ്ഞത് അതല്ലേ? അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ആളുകളുമായിട്ട് ഇടപഴകുന്നത്, അതിലെ നമ്മൾ ഹെൽത്തി ആയിരിക്കണം. നമ്മളെ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ചില ആളുകളെ പറ്റി പറയും, അയാൾ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഒരു നല്ല ഒരു രീതിയാണ്. ചിലരെ പറയും, അയ്യോ ഒന്നും പറയാൻ പറ്റും. അപ്പൊ നമ്മളൊരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആകുക, എല്ലാവരും നമ്മളെ അപ്രോച്ച് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത രീതിയിലുള്ള ബിഹേവിയർ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഈ നോ ദാറ്റ് ഏതൊരു സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്കറിയാം. ഒരു കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെ പോകണം നമുക്കറിയാം. ഒരു മരണ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ എങ്ങനെ പോകണമെന്നും അവിടെ പോയി എങ്ങനെ നമ്മൾ ഈവൻ സംസാരിക്കുമ്പോഴും എങ്ങനെ എന്നുള്ളത് അറിയാം. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ഹസ്ബൻഡ് എന്തോ ഒരു വീഡിയോ കണ്ടപ്പോ ഹസ്ബൻഡ് ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. ഒരു ലേഡി പറയുന്നതാണ്, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കെ സംസാരിക്കുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അലറി ഞാൻ ചിരിക്കും. പക്ഷെ ഹസ്ബൻഡ് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ ഇങ്ങനെ പറയുവാണ് അവര്. അപ്പം എന്റെ അടുത്ത് എന്റെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു, അത് ശരിയല്ലല്ലോ, നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള രീതിയാണ്. നമ്മൾ വീട്ടിൽ ഇപ്പൊ ചിലപ്പോൾ ഉറക്കം നമ്മൾ ചിരിക്കുകയായിരിക്കും, പക്ഷെ അതുപോലെ നമ്മൾ പുറത്തു പോയി അട്ടഹസിച്ച് നമ്മൾ ചിരിക്കില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ അങ്ങനെയായിരിക്കാം. നമ്മുടെ ബിഹേവിയർ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് തന്നെയാണ്, അല്ലെ? ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പം തിയേറ്ററിൽ പോയിരുന്നിട്ട് ചിലപ്പോ ഭയങ്കര കോമഡി പടമായിരിക്കും, നമ്മൾ ചിലപ്പോൾ ചിരിക്കും. അതിപ്പോ എല്ലാവരും അത് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടാവും. അതേസമയം നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്ത് ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും, അല്ലെ? ഉറക്കം സംസാരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത് ഡിപ്പെൻഡ്സ്, ഓരോ സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെ, അതെല്ലാം നമ്മളുടെ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ച് ആരോഗ്യമുള്ളത് മാത്രമല്ല, നമ്മൾ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഇമോഷണലി അതിനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നു, പിന്നെ നമ്മള് സോഷ്യലി എങ്ങനെ കണക്റ്റഡ് ആകുന്നു, ഇതെല്ലാമാണ് ഹെൽത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. ഓക്കെ, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണ്ട? കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും ഹെൽത്തിനെ കുറിച്ച്. നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, നമ്മുടെ വ്യക്തി ശുചിത്വം മാത്രമല്ല നമ്മളുടെ വീട്ടിലെ ഡൊമസ്റ്റിക് ഹൈജീൻ, അല്ലെ? വീട്ടിലെ ചുറ്റുപാടിലെ ഹൈജീൻ, അത് നമ്മൾ കെയർ ചെയ്യുക, ഇതെല്ലാം നമ്മളുടെ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഓരോ ചാപ്റ്ററിനും ഇങ്ങനെ PDF പ്രിന്റ് ഔട്ട്സ് ആണ്. പറഞ്ഞു. Health and hygiene.
ഹെൽത്തും ഹൈജീനും അല്ലെ കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ലക്ഷ്യമാണെങ്കിൽ മറ്റൊന്ന് മാർഗമാണ്. കാരണം ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എല്ലാം തന്നെ ഉണ്ട് ആ ഒരു സെന്റൻസ്. നമുക്ക് നല്ല ഹെൽത്തി ആകാൻ നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ജീവിക്കണം അല്ലെ. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം, ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണ രീതി, കഴിക്കുന്ന രീതി അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. തോന്നിയ സമയത്ത് കഴിക്കുക എന്നുള്ളതല്ല, എത്രത്തോളം കഴിക്കുക എന്നുള്ളതുകൊണ്ട് അവനവന്റെ ഏജിനനുസരിച്ചും ആരോഗ്യത്തിനനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടെങ്കിൽ, അതായത് ഡയബറ്റിക്, കൊളസ്ട്രോൾ, അങ്ങനെ പ്രഷർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫുഡിലെ ചില കൺട്രോളൊക്കെ വേണ്ടി വരും. തൈറോയിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അൾസർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്രോണിക് കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ കെയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു യൂണിറ്റില് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ് കൂടുതലായിട്ട് പറയുന്നത്, എന്നാൽ നമ്മൾ അതിനകത്ത് മനസ്സിന്റെ ആരോഗ്യം കൂടെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ് 6 വരുമ്പോൾ അത് ഞാൻ മാഡം ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. എന്റെ ഹസ്ബൻഡ് ശരിക്കും ഒരു 100 വെയിറ്റ് ഉള്ള ആളാണ്. അതനുസരിച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ലൊരാളാണ്. പക്ഷെ ആ പുള്ളിയുടെ ഉമ്മ ഇവിടെ വന്ന് നിൽക്കുമ്പോ പുള്ളിക്ക് ആ ഉമ്മാനെ പൊക്കാനുള്ള ആ ഒരു ത്രില്ല് ഇത് കിട്ടാറില്ല ആൾക്ക്. പക്ഷെ ഞാന് അതിൻ്റെതായ ഒരു ഇതിൽ ഞാൻ ആളെ പൊക്കുകയും കൊണ്ടെടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഇക്കാനോട് പറയും, നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത് പറ്റണല്ലോ, അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 60 കിലോ ഉള്ള ഞാൻ എന്താ അങ്ങനെ ചെയ്യണേന്ന് ചോദിക്കും. അപ്പൊ അതാ ഞാൻ മാഡത്തിനോട് പറഞ്ഞത്, നമ്മളുടെ മനസ്സിന്റെ കോൺഫിഡൻസ് ആണ് ഒരു ഹെൽത്ത് എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞത്. എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത്. താഹിറ പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാരണം നമ്മൾ കാണാറുണ്ട് ചിലപ്പോ ചില വീടുകളിൽ ഇതുപോലെ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹോം നേഴ്സുകള് ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും അല്ലെ, പക്ഷെ അവർ എന്ത് ഈസി, പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ സിസ്റ്റർമാര് അവരാ ഒരു അങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണണം, എന്ത് ഈസി ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതിന് പറയൂലേ ഒരു നാക്കാണെന്ന് പറയും. അതാണ് ഇപ്പൊ താഹിറയ്ക്ക് ഉമ്മയെ അതുപോലെ എടുത്ത് ചെയ്യാനായിട്ട് പറ്റും, ഹസ്ബൻഡിന് അത് പറ്റുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോഴേക്കും ഇങ്ങനെ സംസാരിച്ചതിന്റെ കൂട്ടത്തില് അവളുടെ അമ്മ ബെഡ് റിഡൻ ആണ് കേട്ടോ. അമ്മയ്ക്ക് വെയിറ്റും ഉണ്ട്, പക്ഷെ ആള് ബെഡ് റിഡൻ ആണ്. ഈ മുട്ടുമാറ്റി വെക്കൽ ചെയ്തിട്ട് 8 ഇയേഴ്സ് ഒക്കെ വരെ വളരെ സുഖമായിട്ട് നടന്നു. 8 ഇയേഴ്സ് കഴിയുമ്പോൾ അതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെയാണ് ആളിങ്ങനെ ബെഡ് റിഡൻ ആയി പോയത്. എങ്ങാനും എണീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ് പോകും. അപ്പൊ ഈ പല പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ വീണ് പോകുമ്പോ ഈ പറയുന്ന എടുത്ത് പൊക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വെയിറ്റും ഉണ്ട്. അങ്ങനെ ഈ ഒരു മകൻ വന്നിട്ടാണ് എടുക്കുന്നത്. മകൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. മറ്റുള്ളവർക്ക് ആ മകൻ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റില്ല. ഒറ്റ ഇതിലങ്ങ് എടുക്കും, എടുത്ത് കട്ടിലേക്ക് ഇരുത്തുന്നത് കാണാമെന്ന് പറയും. ഈ ഒരു കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ മദറിൻലോയാണ്. അപ്പൊ അത് ചിലരുടെ ഒരു നാക്കാണ്, അങ്ങനെ എടുത്ത് പൊക്കി അങ്ങനെ വെക്കാൻ, അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. താഹിറയ്ക്ക് അത് പറ്റും. അപ്പൊ അത് നമ്മൾക്ക് ഒരു മെന്റൽ കണ്ടീഷൻ കൂടിയാണ്. ഞാനിത് ചെയ്യും എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് അനായാസേന അത് ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെയായിരിക്കും. അപ്പൊ ചിലപ്പോ നമ്മള് ഇങ്ങനെ തോന്നിയാണ് ചെയ്യുന്നെങ്കിലും എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് വിചാരിച്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോ അത് നേരെയാവണമെന്നില്ല. അപ്പൊ അത് തന്നെയാണ് അതിന്റെ കാര്യം. വെരി ഗുഡ്. ഓക്കെ, സേതുലക്ഷ്മി എന്തെങ്കിലും പറയാനാണോ? ഓക്കെ നമ്മളിപ്പോ ഹെൽത്തിനെ കുറിച്ച് ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക് വരുന്നത്: ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, ഹെൽത്തിനെ പറ്റി നിങ്ങൾ പറഞ്ഞു. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? മനസ്സിലായി? ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം, എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നും? എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് അല്ലെ, ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കും. ശാരീരിക ക്രമത, ക്ഷമതയാണോ? ക്ഷമത. ഓക്കെ, അതായത് ശാരീരിക ക്ഷമത. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഏജ്, ആരോഗ്യം, ഹെൽത്ത്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം അല്ലെ.
ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ നമ്മളുടെ ഏജ്, ആരോഗ്യം, അതെന്തെങ്കിലും ഇപ്പോ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഹാർട്ടിന് ഒരു സർജറി കഴിഞ്ഞു, ഡോക്ടേഴ്സ് എന്താ ശരിക്കും പറയുന്നത്, നിങ്ങൾ നടക്കണം, ഇത്ര നേരം നടക്കണം, ഇതുപോലെ നിരപ്പായ സ്ഥലത്തൂടെ നടക്കണം, അല്ലെ, ഇത്ര സമയം, അങ്ങനെ കൈകൾ ഇങ്ങനെ വീശി അങ്ങനെ നടക്കണം എന്ന് പറയും. അല്ലാണ്ട് കിടക്കാൻ അവരോട് പറയാറില്ല. അപ്പൊ ഒരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് തന്നെയാണ്, നമ്മുടെ ഹാർട്ടിനെ സ്ട്രോങ് ആക്കുന്ന ഒരു എക്സസൈസ് തന്നെയാണ് നടത്തം. എല്ലാ മനുഷ്യർക്കും ഏത് ആരോഗ്യ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുള്ളവരാണെങ്കിലും, ലൈക്ക് ബെഡ് റിഡൻ എന്നാട്ടോ ഉദ്ദേശിച്ചത്, നമ്മള് നടക്കുന്ന മനുഷ്യരിലെ ഏത് ഏജിലുള്ളവരാണെങ്കിലും ഏത് ആരോഗ്യത്തിലുള്ളവരാണെങ്കിലും അവരോട് പറയുന്നതാണ് നടക്കുക ദിവസം. വാക്കിംഗ്, ചിലപ്പോ ചിലർക്കത് വീട്ടിൽ നടക്കുന്നവരുണ്ടാവും, ടെറസിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര സമയം വെച്ചിട്ട്. ചിലര് റോഡിലൂടെ നടക്കും, അത് മോർണിംഗ് പോകും, ഈവനിങ് സമയത്ത്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ റോഡുകളൊക്കെ ഇപ്പൊ ഭയങ്കര തിരക്കാണ്. ചില ഇടങ്ങളിലൊക്കെ പാർക്ക് തുറന്നു കൊടുക്കും. എന്റെ ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, ആ പാർക്ക് അംബേദ്കർ പാർക്ക് എന്നാണ്. രാവിലെ 5:30 ആവുമ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും ഈ നടക്കാൻ വരുന്നവർക്ക്. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു കൂട്ടായ്മ പോലെ ഉണ്ട് അതോടെ. അതുപോലെ തന്നെ വൈകിട്ടും ആളുകൾ. അപ്പൊ പാർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് സേഫ് ആണല്ലേ, നടക്കാം. അപ്പൊ അങ്ങനെ ഏതൊരു ആരോഗ്യാവസ്ഥയിലുള്ള ആൾക്കും പറ്റുന്ന ഒരു ഇതാണ്, നടക്കുന്നവരിൽ പറ്റുന്നതാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ നടത്തും. ഈവൻ പ്രഗ്നൻസി സിസേറിയൻ ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നടത്തിക്കും, നമ്മളെ കിടത്തില്ല ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ. അപ്പൊ നടക്കണം എന്നാണ് പറയുന്നത്, നമ്മുടെ ബോഡി മസിൽസ് അനങ്ങണം. അത് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ചാടിത്തുള്ളി അങ്ങനെ പോവാന്നുള്ളതല്ല, നമ്മളുടെ അപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ നടക്കുക. ഓക്കെ, കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും എന്തൊരു ആക്റ്റീവ് അല്ലെ അവര്. നമ്മൾ പറയുമ്പോൾ കിടന്ന സമയത്ത് പ്രശ്നമില്ലായിരുന്നു, നടക്കാൻ തുടങ്ങിയതോടെ നമ്മുടെ കണ്ണ് വെച്ച് അവരെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ചെയ്യുന്നു പറയും. അപ്പൊ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്, ആക്റ്റീവ് ആവുന്നത് നമ്മളുടെ ബോഡി. ഓക്കെ, അപ്പൊ പലരും പല മെത്തേഡ്സ് ചെയ്യും. ചിലര് ജിമ്മിൽ ജോയിൻ ചെയ്യും, ചിലര് സൂംബ ഡാൻസ് അതായിരിക്കും ചെയ്യാം, ചിലര് എയറോബിക്സ്, ചിലര് യോഗ ചെയ്യും, ചിലര് ഓടും റണ്ണിങ്, ചിലര് സ്വിമ്മിങ്ങിന് പോകും, അല്ലെ, അങ്ങനെ ചിലര് കളിക്കാൻ പോകും, ബാഡ്മിന്റൺ അങ്ങനെയൊക്കെ കളിക്കാനൊക്കെ ആയിട്ടുള്ളത് പോകും. അങ്ങനെ അപ്പൊ നമുക്ക് ഏത് മെത്തേഡ്സും യൂസ് ചെയ്യും. ചിലര് പക്ഷെ പ്രൊഫഷണലി ഡാൻസേഴ്സ് ഉണ്ടാകും, അവര് ദിവസം ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഓരോ ഇതും നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകാനായിട്ട് നമ്മൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള എന്ത് മെത്തേഡ് ചെയ്യാം. അപ്പൊ എനിക്ക് കുറെ പേര് ഷെയർ ചെയ്യായിരുന്നു, മിസ് രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ എന്തായാലും നല്ല പണിയാണ്. അപ്പൊ അപ്പൊ ഞങ്ങൾ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് കിച്ചൺ ആണ് അവരുടെ ആ ഒരു ആക്ടിവിറ്റിക്കായിട്ട് അവരെടുക്കുന്ന ഒരു സ്പേസ്. അത് മതി, കിച്ചണിൽ ചെയ്യും. ചിലപ്പോ വീട്ടിൽ മറ്റുള്ളവർ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യായിരിക്കും, നെവർ മൈൻഡ്, നമ്മളത് മൈൻഡ് ചെയ്യുകയേ ചെയ്യുന്നില്ല. അവിടെ നിന്ന് നമ്മൾ കുക്കിംഗ് നടക്കും, ഇത് അങ്ങനെ അവർ മൾട്ടി ടാസ്കേഴ്സ് എന്ന് പറയുന്ന പോലെ സ്ത്രീകള്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ നടക്കും. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സ് ആണ്. നമുക്ക് ഏത് മാർഗവും ചെയ്യാം, നമുക്ക് കൺവീനിയന്റ് ആയിട്ട്. ഇപ്പൊ ജിമ്മിൽ കൊണ്ടുപോയി കാശ് കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം ചെറിയ ചെറിയ വാമപ്പ് എക്സസൈസസ്. നിങ്ങളുടെ കൂട്ടത്തിൽ യോഗ ചെയ്യുന്നവരോ ഇതുപോലെ സൂംബ ചെയ്യുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു തന്നാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം ദിവസം. നമുക്ക് ഒരു ബാച്ചിലുണ്ടായിരുന്നു ഒരു ഫിസിക്കൽ ട്രെയിനർ, ഒരു ജിമ്മുള്ള ഒരാളുണ്ടായിരുന്നു, ആളുടെ വൈഫ് അതിലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സെഷൻ എടുത്തു തന്നു, വാമപ്പ് എക്സസൈസുകളും. നല്ല ഒരു സെഷൻ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഓരോന്നിന്റെയും പ്രത്യേകതകളും അതുകൊണ്ട് നമ്മളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിന്റെ ബെനിഫിറ്റ്സും എല്ലാം ആ കുട്ടി നല്ലപോലെ ഷെയർ ചെയ്തു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കൊരു 20 മിനിറ്റ്സ് എടുത്തിട്ട് അങ്ങനെ ഒരു സെഷൻ വെക്കാം. പ്ലീസ് കം ഫോർവേഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഈവൻ വീട്ടിലുള്ള ആരെങ്കിലും, ഇപ്പൊ ശാരീരിക ക്ഷമത എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടുന്ന് കേട്ടു ലൈഫ് പാർട്ട്ണർ ആണെന്ന് തോന്നുന്നു അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം കേട്ടോ. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ്. ഇനി ഓക്കെ, വെൽനെസ് മൂന്നാമത്തെ കാര്യമാണ്, ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വെൽനെസ്. എന്താ ഈ വെൽനെസ് എന്ന് പറയുന്നത്? എന്താ വെൽനെസ്?
യെസ് പറയൂ. അസുഖമില്ലാത്ത അവസ്ഥയാണ്. സുഖമില്ലാത്ത അവസ്ഥ. റംസി പറഞ്ഞു വെൽനസ് എന്ന് പറയുന്നത് അസുഖമില്ലാത്ത അവസ്ഥ. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പറയൂ. ഇവിടെ ശരി തെറ്റ് അങ്ങനെയുള്ളതൊന്നുമില്ല. ആരും ആരെയും ജഡ്ജ് ചെയ്യാനും വരുന്നില്ല കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യൂ. നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യും. നമ്മളെ തന്നെ നമ്മൾ വിമർശിക്കും. നമ്മളാരും മറ്റുള്ളവരെ പോയിട്ട് അനലൈസ് ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ പോവില്ല. അപ്പൊ നമുക്ക് വേണ്ട. നമുക്ക് നമ്മളെ തന്നെ ശരിയാക്കാം. അത്രേ ഉള്ളൂ. പക്ഷെ എന്നെ പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. കാരണം അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കറക്റ്റ് ആവാൻ പറ്റുള്ളൂ. യെസ്, വെൽനസ് എന്ന് പറയുന്നത് അസുഖമില്ലാത്ത അവസ്ഥയാണെന്ന് റംസി പറഞ്ഞു. അതും ഹെൽത്തും ഏതാണ്ട് അപ്പൊ ശരിയായ ഒരേപോലെ തോന്നുന്നു അല്ലേ? അപ്പൊ ഹെൽത്തും വെൽനസും ഒന്നാണ്. മാം, നമ്മള് എല്ലാ കാര്യത്തിലും ഓക്കെ ആയി ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ഫിസിക്കലി ഓക്കെ ആണ്, ഇന്റലക്ച്വലി ഓക്കെ ആണ്, ഇമോഷണലി ഓക്കെ ആണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ആ ഒരു എന്താ പറയാ, എല്ലാ കാര്യത്തിലും ഫുൾഫിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥേനെയാണോ വെൽനസ് എന്ന് പറയാ? എല്ലാ കാര്യത്തിലും നമ്മൾ ഫുൾഫിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥ ആണോ വെൽനസ് ചോദിക്കുവാണ്. ആണോ? ഇതിന് പറയാണ്ടാക്കി. ആരോഗ്യകരമായ അവസ്ഥ വെൽനസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ മെന്റൽ വെൽബീയിങ് അല്ലെ, സ്പിരിച്വലി വെൽബീയിങ്. അതായത് നമ്മൾ എന്തായാലും ഒരു ഒറ്റ വാക്ക് പറയുകയാണെങ്കിലും ക്ഷേമം അല്ലെ, ക്ഷേമം എന്നൊരു മലയാളം വാക്ക് കേട്ടിട്ടുണ്ടോ? സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ ചേരുന്ന ഒരു അവസ്ഥ അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം പറഞ്ഞു. എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്, ഞാനത് കഴിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് പറ്റുന്ന ഒരു എക്സസൈസ് എടുത്ത് ഫിസിക്കലി ഫിറ്റ് ആകുന്നുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ ഫുൾ ടൈം വഴക്കാണെങ്കിൽ ഞാൻ വെല്ലാണോ? നമ്മുടെ സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ വരുന്നൊരു അവസ്ഥ അല്ലേ. ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്, നല്ല ജോലി, നല്ല ശമ്പളം, പക്ഷെ എനിക്ക് അവിടെ ഫുൾ ടൈം ചീത്തവിളിയും വർക്ക് പ്രഷറുമാണ്. സമാധാനമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാശൊക്കെ കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട്, പക്ഷെ സമാധാനമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മള് വെല്ലാണോ? അപ്പൊ നമ്മള് വരുന്ന ചുറ്റുപാടില് നമ്മള് വളരെ സന്തോഷത്തോടു കൂടി എല്ലാ രീതിയിലും, ഇമോഷണലി, നിങ്ങൾ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥ, നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു, സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു, സമാധാനത്തോടു കൂടി ഇരിക്കുന്നു. ദാറ്റ് ഈസ് അവർ വെൽനസ്. ഇപ്പോ നമുക്കറിയാം ക്ലൈമറ്റ്, ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലേ, നല്ല സുഖമുണ്ട്, നമുക്ക് മുടി പൊതിച്ച് കിടന്നുറങ്ങാനൊക്കെ പറ്റുന്ന അവസ്ഥ. കുറച്ച് ദിവസങ്ങളും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ വേനൽക്കാലം അങ്ങ് തുടങ്ങും, ഭയങ്കര ചൂട്. എനിക്ക് പറയുകയാണെങ്കിൽ റൂമില് ഫാൻ ഉണ്ട്, നല്ലപോലെ കാറ്റ് കിട്ടുന്നുണ്ട്, ജനലിന്റെ സൈഡിലുണ്ട്, എനിക്ക് തുറന്നിടാം, ഫ്രഷ് എയർ കിട്ടും. പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അടച്ചു കൂട്ടിയിട്ട് എനിക്ക് AC ഓൺ ചെയ്യാം. ഞാൻ ചെയ്യാറില്ല, എനിക്ക് ഉറക്കം വരും, അതുകൊണ്ട് അധികം അങ്ങനെ ഓൺ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ എനിക്ക് ചൂടെന്നുള്ള ഒരു പ്രശ്നം എനിക്കൊരു പ്രോബ്ലം അല്ല. അതേസമയം ഇതെന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു, ഫാൻ ഓൺ ആവുന്നില്ല, AC ഓൺ ആവുന്നില്ല, എനിക്ക് ജനലൊന്നും തുറക്കാനും പറ്റുന്നില്ല, പുറത്തുനിന്ന് ചൂട് കാറ്റാണ് വരുന്നതെന്നൊക്കെ വിചാരിക്കുക, എനിക്ക് സമാധാനമായിട്ടിരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അല്ലെ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നായിരിക്കും, ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നായിരിക്കും എന്റെ വിചാരം. അപ്പൊ നമ്മുടെ വെൽനസിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് ക്ലൈമറ്റ് അല്ലെ. നമ്മുടെ വളരെ ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട് ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു കല്യാണം, നമ്മൾ ആഗ്രഹിച്ചിരുന്ന കല്യാണമാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല സാരി എടുക്കുന്നു, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് എടുക്കുന്നു, അങ്ങനെ അതും ഇതൊക്കെ നല്ലത് എടുക്കുന്നു, ആക്സസറീസ് ഒക്കെ എടുക്കുന്നു, വളരെ നമ്മൾക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ട് നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് നമ്മളെ ഒരുക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും ഡ്രസ് കോഡോടുകൂടി, മക്കളും ഹസ്ബൻഡും എല്ലാവരും ഒക്കെ ഒരേ ഡ്രസ് കളറിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് പോകാൻ ഇറങ്ങുമ്പോഴാണ് എവിടെ നിന്നാന്നറിയില്ല ഒരു മഴ വന്നു. നമുക്ക് എന്താ ഫീൽ ചെയ്യുക ആ സമയത്ത്? അത്രയും നമ്മള് റെഡിയായി, എല്ലാം മേക്കപ്പ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഭയങ്കര ഒരു മഴ, ചെണ്ടമ്മിന്റെ മഴ പെയ്യുക, ഭയങ്കര ഒരു മഴ പെയ്യുക. അപ്പൊ ക്ലൈമറ്റ് നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്നുണ്ട്, ശരിയല്ലേ?
ആ ഏരിയയിൽ ഇപ്പൊ റിസർച്ച് നടക്കുക, ക്ലൈമറ്റ് എങ്ങനെയാണ് നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഓവർകാസ്റ്റ് കണ്ടീഷൻ ഇല്ലേ, ഭയങ്കര ഇരുണ്ട് മൂടിയ ഒരു അവസ്ഥ, മഴ പെയ്യൂ അങ്ങനത്തെ ഒരു അവസ്ഥ വരാറില്ലേ ചില സമയത്ത്. അത് നമ്മൾക്ക് വൺസിന്റെ വയലൊക്കെ വരാറുള്ളൂ അല്ലെ. ഭയങ്കര ഇഷ്ടം തോന്നും അതിനോട്. വീടിനകത്താണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ മൂടിപ്പോച്ചിരിക്കാനോ അല്ലെങ്കിൽ വീട്ടിലൊരു സിനിമയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. പക്ഷെ എല്ലാ ദിവസവും മൂടിക്കെട്ടിയ അങ്ങനെ സൂര്യനെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിലോ ഡെഫിനറ്റ്ലി നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. നോർവീജിയൻ സൈഡിൽ എങ്ങാണ്ട് അങ്ങനെ ഒരു ചില ഇടങ്ങളിലൊക്കെ സൺലൈറ്റ് കുറവാണ്. അതായത് സൺലൈറ്റ് കുറവായിട്ട് എപ്പോഴും ഇരുട്ട് ഇതാണ്. അവിടെ ആളുകൾ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര സ്റ്റേബിളാണ്, പക്ഷെ സൂയിസൈഡ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നു ക്ലൈമാറ്റിക് കണ്ടീഷൻ മാറുമ്പോൾ. ജർമ്മനിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറയും, അത്ര സുഖമൊന്നുമില്ല ജീവിതം. കാരണം എന്താ, അവർക്ക് ഈ നല്ലൊരു ക്ലൈമറ്റ് ആകുമ്പോൾ അവിടെ മാർക്കറ്റുകളൊക്കെ സജീവമാകും, ഭയങ്കര പ്രോഗ്രാംസ് ഒക്കെ സ്ട്രീറ്റിലൊക്കെ ഉണ്ടാവും, ഭയങ്കര കളർഫുൾ ആയിരിക്കും, ഭയങ്കര നല്ല 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 മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ലീഫൊക്കെ വരുന്ന രീതിയിലാണ്, ഫുൾ പൂക്കളൊക്കെ ഇട്ട് റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൂക്ക വീണ് അങ്ങനെയൊക്കെ നല്ല രസമായിരിക്കും. പക്ഷെ അതൊക്കെ മാറി ഈ വരണ്ട കാലാവസ്ഥ വരുമ്പോഴേക്കും സൺലൈറ്റ് കുറവാകും, ഫുൾ ഇലകളെല്ലാം കൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഇങ്ങനെ അസ്ഥിക്കൂടം പോലെ കൊലിയിരിക്കും. അങ്ങനെ വരുമ്പോ ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് ആ കുട്ടി പറയും. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ഒന്ന് എത്തിയാൽ മതി എന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ ഒരു മഞ്ഞിന്റെ സമയമൊക്കെ തുടങ്ങുമ്പോഴേക്ക് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും ആദ്യമൊക്കെ. പിന്നെ മടുപ്പാവും, മാർക്കറ്റുകളൊക്കെ അങ്ങനെ അടഞ്ഞു കിടക്കും, ഒരിടത്തും ഒന്നും ലൈവ്ലി അല്ലാത്തൊരവസ്ഥ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ കാണാറില്ല അല്ലെ. നമുക്ക് ഏത് ക്ലൈമറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് തന്നെ ഒക്കെ പോകും. മാർക്കറ്റുകളാണെങ്കിലും മാളുകളാണെങ്കിലും തിയേറ്റർ ആണെങ്കിലും പാർക്കാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഭയങ്കരമായിട്ടൊക്കെ മഴ പെയ്യുമ്പോഴേ നമ്മൾ കുറച്ചൊക്കെ ഒന്നകത്തൊക്കെ കയറിയിരിക്കേണ്ട അവസ്ഥയൊക്കെ വരുള്ളൂ. കുട്ടികൾക്ക് ചിലപ്പോൾ അവധിയൊക്കെ കൊടുക്കുന്നതും അങ്ങനത്തെയൊക്കെ അവസ്ഥ. അപ്പൊ നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ആ PDF നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെൽനെസ്സിന്റെ ഒരു കൊച്ചു പാരഗ്രാഫേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൈഡ് ആയിട്ട് ചിന്തിക്കണം. ഞാൻ അതൊരു വലിയ ഒരു ടോപ്പിക് ആയിട്ട് എടുക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഒരു ലിങ്ക് ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കംപ്ലീറ്റ് ആ വെൽനെസ്സിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ കിട്ടും. അത് നമുക്ക് വായിച്ചാൽ നല്ലപോലെ മനസ്സിലാകുന്നതാ. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ക്ലാസ് 2 എടുക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ നോട്ട് ചെയ്ത് പോവുക. നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ആ നോട്ട് ചെയ്ത് വെച്ചത് തന്നെ മതിയാകും. ഇപ്പൊ നമ്മള് യൂണിറ്റ് 1ലേക്ക് കിടക്കുകയാണ്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഞാൻ തരും. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് ചെയ്യാനൊക്കെ പറ്റും. അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഹെൽത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി, നിങ്ങൾ പോയിട്ട് 10 ഇൻഡിവിജ്വൽസിനെ കാണണം. ഈ 10 ഇൻഡിവിജ്വൽസ് ആരെങ്കിലൊക്കെ കണ്ടാൽ 10 ഒപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വളരെ സിൻസിയർ ആയിട്ട്, യെസ് ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ആ ഒരു എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ കേട്ടോ, നിങ്ങൾ ഓരോരുത്തരും അവനവന് വേണ്ടിയിട്ടാന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പോകണം. 10 പേരെ കണ്ട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ഹെൽത്ത് എന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, അവരുടെ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ നമ്മൾ എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. നിങ്ങൾ ചെയ്യേണ്ടത് 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യുക, അവരോട് ചോദിക്കുക വാട്ട് ഈസ് മെന്റ് ബൈ ഹെൽത്ത്, ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 10 ഇൻഡിവിജ്വലിനെ എങ്ങനെയുള്ളവരെ കാണണം? ഒരേ പ്രായത്തിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും അവർ പറയാം. അപ്പൊ നമ്മൾ കാണേണ്ടത് വർക്കിംഗ് വുമണിനെ കാണാം, പിന്നെ ഹോം മേക്കേഴ്സ്, ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാവുള്ളൂ അവരെ, അങ്ങനെ അക്യൂൻസിനെ കാണണം, അവരെ കാണണം. പിന്നെ ഏജ് വൈസ് ഒന്ന് മാറ്റി പിടിക്കാം. 20+ ഉള്ളവരെ കാണാം, 30+ ഉള്ളവരെ കാണാം, 40+ ആയവരെ കാണും, 60-65+, അങ്ങനെ ഒരു റിട്ടയർ ലൈഫ് അങ്ങനത്തെ അവരെ കാണുക. പിന്നെ കൗമാരക്കാരെ കാണുക, ഈ ജിമ്മിലൊക്കെ പോയി ഇച്ചിരി ബോഡിയൊക്കെ ശരിയാക്കണം, ആ ഒരു തോട്ടൊക്കെ ഉള്ള ഒരു അഡോളസൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, യൂത്തും അഡോളസൻ ഗ്രൂപ്പും, അങ്ങനെയുള്ളവർ കാണുക. ഡിഫറെന്റ് സോഷ്യൽ ലെവലിൽ ജീവിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ നോക്കുക.
പിന്നെ അങ്ങനെ പല രീതിയിൽ. ചിലർക്ക് നൈറ്റ് ഷിഫ്റ്റുകളായിരിക്കും, അങ്ങനെ ഈ BPOയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ 10 പേരും 10 ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ സോഷ്യൽ ലെവൽസ് ജീവിക്കുന്ന ആളുകളായിരിക്കണം. ഒരേ കാറ്റഗറി പെടുന്ന 10 പേരെയായ നമുക്ക് ഒരേപോലത്തെ മറുപടികളായിരിക്കും അവരിൽ നിന്ന് കിട്ടുന്നത്. 10 പേരെ കണ്ടിട്ട് അവരോട് ചോദിക്കുക, ഈ ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നോട്ട് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് മുഴുവനും കളക്ട് ചെയ്ത് നോട്ട് ചെയ്തതിന് ശേഷം അത് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് ഹെൽത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡെഫിനിഷൻ എഴുതുക. essay പോലെ ഒന്നും എഴുതണ്ട, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നോ പ്രോബ്ലം, ഒരു കൊച്ചു പാരഗ്രാഫ് ആണെങ്കിലും കുഴപ്പമില്ല, 2-3 സെന്റൻസുകളാണെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് അപ് ടു യു. ഗൂഗിൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവര് പറയണത് കേട്ടിട്ട് അത് എഴുതി വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഹെൽത്തിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ എഴുതും. അവരോട് ചോദിച്ച 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് മെന്റ് ബൈ ഹെൽത്ത്? അതാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. അവരോട് 2ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? ചിലപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവും. ഒരു 65+ ഒക്കെ ഉള്ളവരെ കാണുമ്പോൾ മിക്കവാറും ഡയബറ്റിക് പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞവരൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? അപ്പൊ അവർ കുറെ കാര്യങ്ങൾ പറയും. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് ഹെൽത്തി ആയിരിക്കാൻ എടുക്കേണ്ട സ്റ്റെപ്പ് അത് വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതാം. 1, 2, 3 എന്നോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ. ചിലപ്പോൾ ചിലർ പറയുന്നതൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എഴുതുക ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളത്. ഇനി അപ്പൊ ഇത് നമ്മള് ശരിക്കും ചെയ്തത് ഒരു സർവേ ആണ് അല്ലെ. നമ്മൾക്ക് പലപ്പോഴും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലാതെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നെല്ലാം ഈ സർവേക്ക് വീട്ടിൽ വരാറില്ലേ. അവര് ചിലപ്പോ 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെന്തോ നോട്ട് ചെയ്തിട്ട് അവരങ്ങനെ പോകും അല്ലെ. നമുക്ക് അതുപോലെ തന്നെ നിങ്ങളൊരു സർവേ ആണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇതിന്റെ റിഫ്ലക്ഷൻ നമ്മളുടെ ലൈഫിലും വരും. നമ്മളെല്ലാവരും ഹെൽത്തി ആയിരിക്കാനും ഹെൽത്ത് നോക്കാനും എല്ലാം പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾ, അമ്മമാര്, പൊതുവേ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ആയിരിക്കും. സ്വന്തം കാര്യം വരുമ്പോൾ അങ്ങ് മാറ്റി വെക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവെയർ ആവുകയാണ്. ഞാൻ എന്റെ ഹെൽത്തിനെ പറ്റി എന്താ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കും. ഇതാണ് പറഞ്ഞത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ത്രൂ ഔട്ട് ദ കോഴ്സ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുത്, അയ്യോ ഞാനിതെങ്ങനെ ചെയ്യും, എനിക്കിത് ചെയ്യാൻ പറ്റൂ, അങ്ങനെ ഇങ്ങനെ ഓർത്ത് ഒരു ടെൻഷനും ചെയ്യാതെ നിങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്താൽ മതി. എവറി ഡേ കുറച്ച് സമയം, നേരം വർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് സമയം അതിനൊന്ന് മാറ്റി വെക്കുക. ലാസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് ഒരിക്കലും പെൻഡിങ് ആക്കരുത്. ഇവിടെ നിന്ന് നിർബന്ധപൂർവ്വം പറയില്ല അത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്തേ പറ്റൂ, സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും നമ്മൾ പറയില്ല. നമ്മൾക്ക് ആ ഒരു ഫീല് വരണം, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഞാനിത് ചെയ്യണം. അപ്പൊ നമ്മള് ഈ ആളുകളോട് നമ്മൾ ചോദിക്കുവാണല്ലേ ഹെൽത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഹെൽത്തി ആയിരിക്കാൻ എന്താ ചെയ്യുന്നത്. ആ 10 പേരിൽ 2 പേരെങ്കിലും ചിന്തിക്കില്ലേ ശരിയാണല്ലോ, ഹെൽത്തി ആയിരിക്കാൻ ഞാൻ എന്താ ശരിക്കും ചെയ്യുന്നത്. അപ്പൊ അവരുടെ ലൈഫിലും ഒരു ചേഞ്ചസ് വരാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയല്ലേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ അറിവിനെ മറ്റുള്ളവരിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ അറിവ് പൂർണ്ണമാകുന്നത്. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസമല്ല, എഡ്യൂക്കേഷൻ അല്ല. കാരണം ഈ വർക്ക് ബുക്കിലാണോ ചെയ്യേണ്ടത് അതോ ചാർട്ട് പേപ്പറിലാണോ? വർക്ക് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുള്ളതാണോ? നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം, ഒരു ഡയറി ഉണ്ടെങ്കിൽ ഡയറിയിൽ എഴുതാം, പേപ്പറിൽ ലൂസ് പേപ്പറിൽ എഴുതുവാണെങ്കിൽ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യില്ല, വേറൊന്നും കൊണ്ടല്ല. ഈ ലൂസ് പേപ്പറിൽ എഴുതുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഈ ഫാൻ കറങ്ങുമ്പോൾ മേശയുടെ ഡീല് അലമാരിയുടെ ഡീലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കാണില്ല, പിന്നെ പലപ്പോഴും മിസ്സാവും. കുട്ടികളും പറഞ്ഞു ശരിയാണ്, ലാസ്റ്റ് വന്നപ്പോ പേജ് പലതും മിസ്സായിന്ന്. പക്ഷെ നിങ്ങൾ പേപ്പറിൽ എഴുതുവാണെങ്കിൽ അതുപോലെ നല്ല സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വെക്കണം, ഫയൽ ചെയ്ത്. ഓക്കെ, പിന്നെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട. കുറെ പേപ്പറും ബുക്കും ഒക്കെ വാങ്ങിച്ച് വെറുതെ കാശൊന്നും കളയണ്ട. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു നോട്ട്ബുക്ക് ആണെങ്കിൽ എല്ലാ ടീച്ചർമാരുടെയും അതിനകത്ത് എഴുതിയെന്ന് വെച്ചു ഒരു കുഴപ്പമില്ല. കറക്റ്റ് പേജ് മാർക്കൊക്കെ ഒന്ന് വെച്ചാൽ മതി. ചിലപ്പോൾ ഒരു ടീച്ചർ 3 അസൈൻമെന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ആയിരിക്കും തരുന്നത്, ചിലർ 2 ആയിരിക്കും തരുന്നത്. അപ്പൊ ഓരോരോ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ എല്ലാ പേജ് കുറെ ബാക്കി വരും.
അപ്പൊ നിങ്ങൾക്കത് തീരുമാനിക്കാം എങ്ങനെ വേണമെന്ന്. യെസ് പ്ലീസ്. ഐശ്വര്യ പറഞ്ഞു. Sorry. ആ ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്യാം, നോ പ്രോബ്ലം. നമ്മളെ നിർബന്ധം അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മളെ തന്നെ നമ്മളായിട്ടൊരു വർക്ക് ചെയ്യുന്നത് എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. അത് കളയരുത്. അതേ പറയുള്ളൂ. അത് നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്ന കാര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഷെയർ ചെയ്യണ്ടായിരുന്നു, നമുക്ക് റെക്കോർഡ് എഴുതാണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് റെക്കോർഡ് എഴുതി ഹാളിൽ വെച്ചിട്ട് എന്തോ കാര്യത്തിന് അപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ ആളുടെ കുട്ടി വേറൊരു മോനും അവിടെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ, അവർക്ക് അറിയില്ലല്ലോ. അവരെന്തോ അതെടുത്ത് കളിച്ചു. ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നു, മറിഞ്ഞ റെക്കോർഡ് ബുക്കിലേക്ക് പോയി. ഫുൾ മോശമായി എന്ന് പറയുകയായിരുന്നു. ഈ രണ്ടാമത് എഴുതാൻ തുടങ്ങുക എന്ന് പറയട്ടെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മക്കളാണ് അങ്ങനെ ചെയ്യുക, അവർ അറിഞ്ഞിട്ട് ചെയ്യണാവില്ലല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ യൂസ് ചെയ്യുന്ന ഇങ്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ കൈ വിയർത്ത് അത് കൊണ്ട് സ്പ്രെഡ് ആകരുത്. നല്ല നീറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ ആക്ടിവിറ്റിയെ കുറിച്ച്? എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? 2 ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചോദിക്കേണ്ടത്. 10 പേരെ കണ്ടിട്ട് 10 പേര് കൂടിപ്പോയോ? ഹെൽത്ത് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറ്റി. ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവരോട് ആദ്യം ചോദിക്കണം. പിന്നെ ഹെൽത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യുന്നു, അത് എന്നാ മേഡം സബ്മിറ്റ് ചെയ്യേണ്ടത്? സബ്മിഷൻ ഒന്നും ഞാനിപ്പോ എന്തായാലും പറയില്ല, നിങ്ങൾ ചെയ്തു വെച്ചു. കാരണം നമുക്ക് ഇത് ശരിക്കും ഒരു ആക്ടിവിറ്റി പ്ലസ് അസൈൻമെന്റ് ആണ് കേട്ടോ. ആക്ടിവിറ്റി എന്താണ്? നമ്മൾ 10 പേരെ മീറ്റ് ചെയ്ത് അവരോട് സംസാരിക്കുന്നത്. നമ്മളത് പിന്നെ എഴുതി വെക്കുന്നതാണ് അസൈൻമെന്റ്. യെസ് പറഞ്ഞു. മാഡം, ഇതിപ്പോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മള് ഒരു ഷുഗർ പേഷ്യന്റ് എങ്ങനെയാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ, അങ്ങനെ നമ്മൾ ഇതിട്ട് ചെയ്യണോ? ചെയ്തോളൂ. അങ്ങനെ ഷുഗർ പേഷ്യൻസിനെ എന്നുള്ള രീതിയിലല്ല, അങ്ങനെ നമ്മളിപ്പോ കാണുന്നവരിൽ അവരുണ്ടെങ്കിൽ നമ്മൾക്കത് ശരിക്കും അപ്പൊ അവരുടെ ഒരു റൊട്ടീൻ വേറെ ആയിരിക്കുമല്ലോ അല്ലെ. അവരുടെ ഭക്ഷണ രീതികളും അവരുടെ വ്യായാമം എല്ലാം വേറെ വേറെ ആയിരിക്കും. അപ്പൊ അതെല്ലാം അവര് ഷെയർ ചെയ്യും. ഒരു നോട്ട് കുറച്ച് നമ്മളായ രീതിയിൽ എഴുതിയാൽ പോരെ, എന്നിട്ട് ഇത് റിപ്പോർട്ട് പോലെ. എന്നിട്ട് റിപ്പോർട്ട് പോലെ ഒരു ചെറിയ പാരഗ്രാഫ് മതി. ഭയങ്കര ഈ കിട്ടിയ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ എഴുതേണ്ടതെല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടോ. നമ്മളുടെ മീഡിയം ഇംഗ്ലീഷാണ്. അതും ഓർത്ത് വിഷമിക്കണ്ട. ജോബ് സാറ് കൂടെ ഉള്ളപ്പോ നിങ്ങൾക്ക് എന്ത് പേടിയല്ലേ. സാറ് നല്ല ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്യും. സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. നമ്മള് KGയിലെ കുട്ടികളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അല്ലെ. അവര് വലിയ ശശി തരൂർ സ്റ്റൈലിലൊന്നും സംസാരിക്കാൻ പോണില്ലല്ലോ. വലിയ ഗ്രാമറോ വൊക്കാബുലറി ഒന്നും വേണ്ട കുട്ടികളുടെ അടുത്ത്. അവര് സിമ്പിൾ ഇംഗ്ലീഷ് മതി. ഇനി പറ്റണില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ട് ഇപ്പം ഇഷ്ടംപോലെ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് അല്ലെ, ആപ്പുകൾ ഉണ്ട്. യൂസ് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മേക്ക് ഇറ്റ് സിമ്പിൾ എന്നൊക്കെ കൊടുത്താൽ മതി. എക്സാമിന് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. അതെ. അപ്പൊ വായിച്ച അർത്ഥം മനസ്സിലായ ആൻസർ നമുക്കറിയായിരിക്കും. അർത്ഥം മനസ്സിലായപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വല്ലതും നമുക്ക് ഉണ്ടാവുമോ അതില്? എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. MCQ 4 ഓപ്ഷൻ ഉണ്ടാകും, ആൻസർ എഴുതുക എന്നുള്ളത്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. ഈ അഥവാ മനസ്സിലാകാതെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകാതെ വരുമോ, അങ്ങനത്തെ കേസ് ഇതുവരെ വന്നിട്ടില്ല ആർക്കും. കാരണം അതുപോലെ നമ്മൾ ഓൾറെഡി അതിന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യന്റെ രീതി മനസ്സിലായി. ഈ അഥവാ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാകും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് തരാനായിട്ട് ആരെങ്കിലും. പിന്നെ എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ ഹാളിൽ കയറില്ല, ജോയിൻ ആവില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഏതൊരു സമയത്തും എക്സാം നടക്കുന്ന ടൈം. ഓക്കെ. എന്താ ചെയ്യാലേ, ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ എന്നെ വിളിച്ചാൽ ചിലപ്പോ എപ്പോഴും കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്റെ വാട്സപ്പ് നമ്പർ, കോൾ ചെയ്ത നമ്പറും സെയിം തന്നെയാണ്. പിന്നെ ഈ നമ്മൾ പൊതുവെ ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സിന്റെ നമ്പർ ഷെയർ ചെയ്യേണ്ടെന്നുള്ള, വേറെ ഒന്നുമല്ല, അവരുടെ ഒരു പേഴ്സണൽ ടൈമിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ചിലപ്പോൾ എല്ലാ ടീച്ചേഴ്സിന്റെ നമ്പർ
കൊടുക്കണം എന്നില്ല. പിന്നെ ഞാൻ സാറിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാൻ എല്ലാ ബാച്ചിനും ഞാൻ നമ്പർ കൊടുക്കും. പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആകുമ്പോഴേ കോൾ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മെസ്സേജിന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. സോ പ്ലീസ് അതൊന്ന് ഓർത്താൽ മതി കേട്ടോ. മാം, നമ്മളിപ്പോ 10 പേരെ കണ്ടിട്ട് അവര് പറഞ്ഞത് എഴുതിയിട്ടാണോ അതിന്റെ ഡെഫിനിഷൻ എഴുതേണ്ടത്? അവര് പറഞ്ഞത് നമ്മൾ കളക്ട് ചെയ്യാം. ഇത് നമുക്കത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഹെൽത്തിനെ കുറിച്ച് അവര് പറഞ്ഞത് പിന്നെ ബേസ് ചെയ്ത് നമ്മുടെയും നമുക്കും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, നമുക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി അല്ലേ? മതി. ആ ഫുൾ ഡേറ്റ എഴുതി വെക്കണ്ട. ഒരു ചെറിയൊരു അതിലൊരു ഡെഫിനേഷൻ ഹെൽത്ത് അത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹെൽത്ത് എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ എന്താണ്. പേരും ഡീറ്റെയിൽ എങ്ങനെയാന്ന് എഴുതണം, അവരെ കുറിച്ച് എഴുതണം? അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഹെൽത്തിന്റെ ഒരു ഡെഫിനേഷൻ കിട്ടിയാൽ മതി. ബാക്കി കളക്ട് ചെയ്ത് നിങ്ങൾ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നേരിട്ട് പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫോൺ എന്നുള്ളൊരു മാർഗം ഉണ്ടല്ലോ. പക്ഷെ നേരിട്ട് പോയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. കാരണം ഈ പ്രായമായ ആൾക്കാരൊക്കെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാനൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. അവരുടെ ചെറുപ്പകാലത്ത് അവരെങ്ങനെയായിരുന്നു ഹെൽത്ത് നോക്കിയിരുന്നത് എല്ലാം അവർ ചിലപ്പോൾ ഷെയർ ചെയ്യും. അവർക്കൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇതാണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ബാക്കി ഓരോരോ ടോപ്പിക് വരുമ്പോ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ ഡെഫിനിഷൻ ഒക്കെ എഴുതുന്ന ഒരു നോട്ടിലാണെങ്കിൽ എക്സാം ടൈമിൽ നമുക്ക് അത് കാണിക്കേണ്ടി വരുമോ? വേണ്ട, എക്സാം ടൈമിൽ അതൊന്നും ആരും ചോദിക്കില്ല. എക്സാം ഓൺലൈൻ ആയിരിക്കും. ഗൂഗിൾ ഒരു ഫോം ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരും. നിങ്ങൾ അതിനകത്ത് ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ എക്സാം. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ചോദിക്കുമോ നമുക്ക്? ഇത് ചോദിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കോഴ്സ് എല്ലാം തീരാറായപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു വൈവ സെഷൻ ഉണ്ട്. വൈവയുടെ ഒരു പൊതു രീതി അറിയാലോ, സ്വഭാവം അറിയാലോ. വൈവ ടൈമില് നമ്മൾ ഈ ചെയ്ത വർക്കിനെ കുറിച്ച് ഇപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ. വൈവ ചെയ്യുന്ന സമയത്ത് എനിക്ക് വെറുതെ ഒന്ന് ചോദിക്കാം, ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണ്ടേ? വളരെ കൂളായിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? സർവേ നിങ്ങൾ ചെയ്തിരുന്നോ? എത്ര പേരെ കണ്ടു? എന്താണ് അവർ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, വളരെ ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് വെക്കുന്നു. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതെല്ലാം കയ്യിലെടുക്കുക. എന്ത് പൊട്ടും പൊടിയും നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാം കയ്യിലെടുക്കുക, കൊണ്ട് ചെല്ലുക. അപ്പൊ അവർക്കറിയാം മോണ്ടിസോറി ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്കറിയാം നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡന്റാ. നമുക്ക് പറയാം ഞാൻ ഇങ്ങനെ ഹെൽത്തിനെ കുറിച്ചൊരു സർവേ എടുത്തു. അതൊക്കെ ശരിക്കും നമുക്കൊരു പൊൻതൂവൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണതേ. അല്ലാണ്ട് ചുമ്മാ കുറെ തിയറി പഠിച്ചു പരീക്ഷ എഴുതി മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇതിൽ വരുന്നത്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതിനൊന്ന് ബ്രീഫ് ചെയ്യാമോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യമാകുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല. അതാണ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ മാറുന്നത്. സോ അതുകൊണ്ട് നോക്ക്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മള് നെക്സ്റ്റ് കുറെ കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് ഞങ്ങളുടെ റിലേറ്റീവ് പഠിക്കുന്നുണ്ട്. പിങ്ക് ടവർ ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ വന്നിട്ടായിരുന്നു. ആരാ റിലേറ്റീവ്? ആരാ പേര്? നൂറിഷ. എന്തോ? നൂറിഷ മുംതാസ്. നൂറിഷ. ഓക്കെ, നൂറിഷ ഇത് ബാച്ചാ? 10 ആയിരുന്നു, 10 ബാച്ച്. ഇപ്പൊ കഴിഞ്ഞു. ബാച്ച് കഴിഞ്ഞു. അവർക്ക് എക്സാം ഇപ്പൊ കഴിഞ്ഞു. അവരുടെ വൈവായം കഴിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. വൈവേ ടൈമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലപ്പോ റൂമിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നൊക്കെ കാണിച്ചായിരുന്നു. നമ്മളിതൊരു പ്രഷറൈസ് ചെയ്തോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മളിത് മെറ്റീരിയൽസ് പിന്നെ ലോ കോസ്റ്റിൽ ചെയ്യാനേ നമ്മൾ പറയുള്ളൂ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന മറ്റേ ലെക്ചർ നമ്മള് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്യുന്നത് പിങ്ക് ടവറിന്റെ അളവ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാൻഡ് പേപ്പറിന്റെ ആ ഒരു ടെക്സ്ചർ ഇച്ചിരി കട്ട് ചെയ്യണ്ടേ. അതൊന്നും പേപ്പർ നൈഫ് വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷെ നമ്മൾ കുറച്ച് 2-3 ലെറ്റേഴ്സും കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് വഴങ്ങും. പേപ്പർ നൈഫ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അപ്പൊ ചില കുട്ടികൾ ഇത് വാങ്ങിച്ചു, ഓൺലൈനായിട്ട് ഇത് വാങ്ങിച്ചു. പക്ഷെ നമ്മളത് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഇതില്. അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്പേഴ്സും എങ്കിലും ചെയ്യണം. അപ്പം വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് അപ്പൊ മാർക്കിൽ വന്നു. കാരണം ചിലപ്പോ കട്ട് ചെയ്തുണ്ടാക്കിയത് പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് തന്നെയാണ് മാർക്ക് കിട്ടുള്ളൂ. നമുക്ക് ഈ ഓരോ സെഷനും മാർക്ക് ഉണ്ടല്ലോ. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഇതൊരു കോഴ്സ് ആകുമ്പോൾ അതിന്റെ ഒരു ക്രൈറ്റീരിയ മാനദണ്ഡം എന്ന് പറയുന്നത് മാർക്സ് ആണല്ലോ.
അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലോർത്ത് ചെയ്താൽ മതി. ടെൻഷനൊന്നും വേണ്ട. കാരണം ഇടയ്ക്കിടയ്ക്ക് വെച്ച് കുട്ടികളൊക്കെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പൊ അതിന്റെ റീസൺസ് ഒക്കെ ചോദിക്കുമ്പോൾ പറ്റുന്നില്ല, ഫാമിലിയും ഇതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് പറഞ്ഞു. ചിലരെയൊക്കെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവര് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോകുമ്പോൾ പറയും ഞാനത് നിർത്തി പോകണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു, ഇപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നിയത് അപ്പൊ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. മടി വിചാരിക്കണ്ട, എനിക്കിത് പറ്റുന്നില്ല അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും ആർക്കും വേണ്ട. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് തിയറിയുടെ ഭാഗം നമ്മൾ തുടങ്ങും. ഏകദേശം നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ പറയാനുള്ളത് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യണം, കാരണം ഷെയറിങ് തന്നെയാണ് നമ്മളെ മുന്നോട്ട് വളർത്തുക. ഓക്കെ ഓക്കെ, എനിത്തിങ് എൽസ്? സൈൻ ഔട്ട് ഉണ്ടോ? സാൻഡ് പേപ്പറിന്റെ അത് ചെയ്യേണ്ടത് എന്താണ്? ചെയ്യേണ്ടത് എപ്പോഴാണ്? സാൻഡ് പേപ്പറിന്റെ തുടക്കത്തിലൊന്നും പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തുടങ്ങാം. ഞാൻ കാണിച്ചു തോന്നുന്നു അല്ലേ? ഇത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ചെയ്യണം. അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ എങ്കിലും ചെയ്യാം. കാരണം സ്മോൾ ലെറ്റർ ചിലപ്പം ഇച്ചിരി പാടായിരിക്കും. ഇത് ക്യാപിറ്റലിലാവുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈനും സ്ലാൻഡിങ് ലൈൻസും ഒക്കെ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. സ്മോൾ ലെറ്റർ ചെയ്താൽ നന്നായിരിക്കും, കാരണം കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണല്ലോ അതും. ഞാൻ പറഞ്ഞില്ലേ, ചില ബാച്ചില് ഒരു ടീച്ചറായിട്ടൊക്കെ പോകുമ്പോൾ മലയാളമൊക്കെ എടുക്കേണ്ട വന്നപ്പോ അവര് മലയാളമൊക്കെ ചെയ്തു. മലയാളമൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് പാടാതെന്ന് ആലോചിക്ക്. മലയാളം, ഹിന്ദി ഒക്കെ ചെയ്ത കുട്ടികളുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്യാപിറ്റൽ എങ്ങനെ ചെയ്ത് തുടങ്ങാം, ഒന്ന് ചെയ്ത് നോക്കും. സൈസ് ഞാനിപ്പോ ഈ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു ചാർട്ട് പേപ്പറിലാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ചാർട്ട് പേപ്പർ സ്ക്വയർ ഷേപ്പ് ആണ്, 10 സെന്റിമീറ്റർ ആണ്. അതില് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഐഡിയയിലൊന്നും ചെയ്യാം. ഒത്തിരി ഒന്ന് ചെറുതായി പോരും, ചെറുതായി നമുക്ക് കട്ട് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇങ്ങനെ പിടിക്കുമ്പോ മിറർ ഇമേജ് ആയിട്ട് തോന്നുക കേട്ടോ. ശരിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് എന്താ വേണ്ടി ചെയ്യാം. ഇനി ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ ചോദിക്കുക, ഒന്നും മടി വിചാരിക്കണ്ട. മാക്സിമം എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആകുന്ന മറുപടി തരാൻ ഞാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കി പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Thank you, ma'am. Thanks, miss. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am.